നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആയിരിക്കും, പക്ഷേ ഞാനാണ് ഈ വീട്ടിലെ കാരണവർ. ഞാൻ പറഞ്ഞാലേ അതിനൊരു ആധികാരികത വരുള്ളൂ, അല്ലേ മോളെ? അതെ, കാരണവന്മാര് പറയുന്നത് ഞാൻ അനുസരിക്കൂ. അല്ല പിന്നെ. അപ്പോ ഈ സാരി സെലക്ടഡ്. ഇത് നല്ലതാന്ന് ഗൗതം സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തു പറയുന്നു? ഏതായാലും എനിക്കൊരു വിരോധമില്ല. എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വരണം. എനിക്കത്രേ ഉള്ളൂ. എന്തെങ്കിലും പണി കൊടുത്ത് നിധിയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോക്ക് മുടക്കണം. എന്ത് ചെയ്യും? ഗൗതം സാറാ. ആ എങ്കിൽ ഇന്നത്തെ തേപ്പ് മുടങ്ങി. ചേച്ചി ഫോണിൽ സംസാരിക്കും, ഞാൻ സാരി അയൺ ചെയ്യാം. വേണ്ട, ഞാനേ ഫോൺ ഉടനെ കട്ട് ചെയ്യാം. ഹലോ സർ. ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം? അതെ, ഞാൻ സാരി അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ഞാനൊരു ഷർട്ട് അയൺ ചെയ്യാൻ തുടങ്ങായിരുന്നു. നമ്മുടെ മനസ്സുകൾ ഒരുപോലെയാണല്ലേ? അതെ. ആ എങ്കിൽ പറ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? ഓ, അപ്പൊ ഇത്രയും കാലമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട നിറം പോലും അറിയില്ല അല്ലേ? അമ്മേ, ദേ ചേച്ചി വീണ്ടും വഴക്ക് തുടങ്ങി. ഇടി ഭയങ്കരേ. സാർ കൂടുതൽ ഞായൊന്നും പറയണ്ട. എന്റെ ഇഷ്ട നിറം പറയാൻ എനിക്ക് മനസ്സില്ല. ഇങ്ങനെ ചൂടാവാതെ എന്റെ ഭാര്യയെ. നിന്റെ ദേഷ്യം കാണുമ്പോ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ട് പോന്നാലോന്ന് ആലോചിക്കായിരുന്നു ഞാൻ. സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എങ്കിൽ ഞാൻ നേരത്തെ വരട്ടെ? എനിക്ക് താമസമൊന്നുമില്ല, ഡ്രസ് ഇട്ടാ മതി. അപ്പോ ഇപ്പൊ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലേ? പറഞ്ഞിതി ഒന്നുമില്ലേ? ഉണ്ടുണ്ട്. അമ്മയും നിഖിലും അമ്മാവനും ഒക്കെ അടുത്തുണ്ട്. അവരോട് വല്ലതും പറയണോ? ഓ, അപ്പൊ അവരൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയാൻ വയ്യ അല്ലേ? അതെ. എങ്കിലേ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മതാ. അയ്യേ, ഈ ഗൗതം ഇത്ര നികൃഷ്ടനോ? വേഗാവട്ടെ, ഐ ലവ് യു പറഞ്ഞിട്ട് ഒരു ഹോട്ട് കിസ് അത്യാവശ്യമായിട്ട് തന്നേ തീരൂ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഈ കമ്പിളിപ്പതിപ്പ് നമ്പറേ എന്റെ അടുത്ത് വേണ്ട. ഹലോ ഹലോ ഹലോ. ചേച്ചി ഇപ്പൊ പുറത്തേക്ക് പോവും. ഹലോ. എടി, നീ എല്ലാവരുടെയും കീഴി കയറി നിൽക്കാതെ മാറി കിടി, എങ്കിലും നമ്മുടെ റൊമാൻസ് നടക്കും. ഹലോ ഹലോ സാർ, ഒന്നും കേൾക്കുന്നില്ല. ഞാൻ റൂമിലോട്ട് പോവാ. വേണ്ട വേണ്ട, മോൾ ഇവിടെ തന്നെ നിന്ന് സംസാരിച്ചു, ഞങ്ങൾ മാറിത്തരാം. പോരെ? വാ അമ്മേ. ഓ, ആകെ ചമ്മി. നമ്മൾ സൊല്ലാനുള്ള ഭാവമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാരും പോയല്ലേ, ഇനി ഒരു ഐ ലവ് യു പറഞ്ഞ് കിസ് താ. അതൊക്കെ ഇനി നേരിട്ട് കണ്ടിട്ട് പോരെ? മതി ചേച്ചി, ഇനി എല്ലാം നേരിട്ടാവാം. പോടാ അവിടുന്ന്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് തെമ്മാടി. എന്നോടാണോ? അയ്യോ, സാറിനോടല്ല, ഇത് ഇവിടുത്തെ തെമ്മാടി. സാറ് അവിടുത്തെ തെമ്മാടി. സാറൊന്ന് ഹോൾഡ് ചെയ്യും. പരിസര ബോധമില്ലാതെ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വലിയ കഷ്ടം. അവിടുത്തെ പോലെ വലിയ ബംഗ്ലാവ് ഒന്നും അല്ല ഈ വീട്. എല്ലാവരും ചുറ്റിനും ഉണ്ടാവും. ഞാൻ ആകെ ചമ്മിപ്പോയി. പിന്നെ അവിടെയുള്ള ആ ചേക്കൻ നിഖിൽ ഒഴിച്ച് എല്ലാവരും നമ്മുടെ പ്രായം കടന്നു തന്നെ വന്നത്. അവരൊക്കെ കണ്ണടച്ചോളൂ. എങ്കിലേ വസുന്ധര ആന്റിയുടെ മുമ്പിൽ വെച്ച് ഞാനും സാറിനോട് ഇതുപോലൊക്കെ അങ്ങ് സംസാരിക്കാം. അപ്പൊ സാറ് താങ്ങൂ? അത് പിന്നെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അമ്മയ്ക്ക് ഇത്തരം കളിതമാശകളൊന്നും അറിയില്ല. അയ്യടാ, ഇള്ള കുഞ്ഞായ അമ്മയും ഡോക്ടറേറ്റ് എടുത്ത മോനും. സാറിന് ഇത് പറയാൻ നാണോ ഇല്ലേ സാറേ? എന്താ സാറിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ അതൊക്കെ വിടും, ഞാൻ ചോദിച്ച കാര്യം എന്താ? ഒന്ന് പോ സാറേ. ഇന്ന് ഞാനങ്ങ് നേരിട്ട് വരില്ലേ? സാറ് ചോദിച്ച കാര്യം അവിടെ വന്നിട്ട് ഞാൻ നേരിട്ട് തരാം. പറ്റില്ല, എനിക്കിപ്പൊ തന്നെ വേണം. അയ്യേ, ഇയാളൊരു മാതിരി. വേണോ? അധപ്പതനം, സാംസ്കാരിക അധപ്പതനം, ചുംബന സമരം, അത് റൂമിനുള്ളിൽ വെച്ച്. അല്ല, തിരിച്ച് എനിക്കൊന്നുമില്ലേ? എന്നില്ലാതെ പിടിച്ചോ, എന്റെ വക ഒരു 100 കിസ്.
അയ്യോ മതി മതി, ഇതിൽ കൂടുതൽ ഞാൻ താങ്ങില്ല. നിനക്ക് ഇതൊക്കെ ഫോണിൽ കൂടിയേ വിധിച്ചിട്ടുള്ളൂ. നീ ഇന്ന് ഈശ്വരമംഗലത്തേക്ക് പോവില്ല. നിന്നെ നടുവൊടിച്ച് ഇവിടെ തന്നെ കിടത്താൻ എനിക്കറിയാം. അതെ, ഇനി സംസാരിച്ചു നിന്നാ ശരിയാവില്ല. സാർ എന്നെ വിളിക്കാൻ ഇവിടെ എത്തും മുൻപേ എനിക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വരണം. ആ, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് ഒരുമിച്ച് ഇനി എത്ര വേണമെങ്കിലും പോവാലോ. ഇന്ന് രാവിലെ ഞാനും അമ്മയും കൂടിയാ ക്ഷേത്രത്തിൽ പോകുന്നത്. ഉം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ അകലാതിരിക്കാനായി അമ്മ എന്തൊക്കെയോ വഴിപാടുകൾ കഴിക്കുന്നുണ്ട്. ശരി, എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വാ. കൃത്യം 10 മണിക്ക് ഞാൻ അവിടെ എത്തും. അപ്പോ രാവിലെ നിധി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇക്കാര്യം വസുന്ധരന്റെ അറിയിക്കണം. ഇതിന് ചിലപ്പോ ഉപകാരപ്പെടും. ഓ ശരി ശരി, ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. നീ റെഡിയാവോ? ശരി. നീ ക്ഷേത്രത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാ പോവാൻ പോകുന്നത്. നടു തല്ലി വീണതിന് ചികിത്സിക്കാൻ. ഈശ്വര ഭഗവാനെ, കാല് തെറ്റി വീഴുമ്പോ തല എവിടെയെങ്കിലും ചെന്നിടിച്ച് ഗൗതമിനെ കല്യാണം കഴിച്ച കാര്യം നിധി മറന്നു പോണേ. അയ്യോ, അയൺ ചെയ്ത സാരി എടുത്തില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഒരുങ്ങും, അത് കഴിഞ്ഞ സാരി മാറാം. അവളെ പുറത്തേക്ക് ഇറക്കാൻ എന്താ ഒരു വഴി? ഐഡിയ. അവളെ ദേഷ്യത്തോടെ പുറത്തേക്ക് വിളിക്കണം. അത് കേട്ട് ഞെട്ടി അവള് പുറത്തേക്ക് ഇറങ്ങും. ടക്കേന്ന് തെന്നി വീണ് അടുവിടിച്ച് തല പൊട്ടി കാലൊടിഞ്ഞ് ആകെ ഒരു വിപ്ലവാവും. ഈ തള്ള എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ?